പൂർവപിതാക്കളാം അപ്പോസ്തലർ ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം. ആകയാൽ ഛേദമെന്നെണ്ണി ലാഭം അന്യരെന്നെണ്ണി ലോകമതിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവസഭയുടെ ഈ ജനറൽ കൺവെൻഷനിൽ അതിൻ്റെ ഔദ്യോഗിക സ്ഥാനം അലങ്കരിക്കുന്ന വിലപ്പെട്ട കർത്തൃദാസന്മാർക്കും അതിഥികളായി കടന്നു വന്ന ദൈവദാസന്മാർക്കും സഹോദരീ സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ദൈവത്തെ സ്നേഹിക്കുന്ന അയൽക്കാരായ പ്രിയപ്പെട്ടവർക്കും ഏവർക്കും വേഗം വരുന്ന യേശുവിൻ്റെ നാമത്തിൽ സ്നേഹത്തിന് വന്ദനം അറിയിക്കട്ടെ. ഈ പ്രാവശ്യത്തെ കൺവെൻഷനിൽ ഒരു പ്രത്യേകത തന്നെ എനിക്ക് തോന്നിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ദൈവവചനത്തിൽ വ്യക്തമായിരിക്കുന്ന ഒരു ടൈറ്റില് അല്ലെങ്കിൽ ഒരു ചിന്താവിഷയം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മെഗാ കൺവെൻഷൻ എന്നൊക്കെ പറയുന്നതിനേക്കാളൊക്കെ നല്ലത് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമെന്നും ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമെന്നും ഒക്കെ ദൈവസന്നിധിയിൽ ഹൃദയം തുറന്ന് പറയുന്നതാണ് നല്ല കാലത്തിൻ്റെ ലക്ഷണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ തീം തിരഞ്ഞെടുത്തത് തന്നെ ഒരു ശുഭലക്ഷണമായി ഞാൻ ചിന്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഇതിൻ്റെ എല്ലാം ചുമതല ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് നമ്മൾ നിഷ്ക്രിയരായിരിക്കരുത്. എങ്ങനെ? നീ തന്നെ ഒരു നല്ല കാലം വരുത്തണം, നീ തന്നെ ഞങ്ങളെ മടക്കി വരുത്തണം. ഞങ്ങൾക്കതിനകത്ത് ദൗത്യമൊന്നുമില്ല. അങ്ങനെയല്ല. മുടിയനായ പുത്രൻ അപ്പൻ്റെ വീട്ടിലേക്ക് വരുവാൻ കാരണം പണ്ടത്തെ നല്ല കാലം ഓർത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഒരു ഡൈവോഴ്സ് നടക്കുന്ന ഒരു കുടുംബമായിരുന്നെങ്കിൽ, അപ്പനും അമ്മയും തമ്മിൽ എന്നും വഴക്ക് പിടിക്കുന്ന ഒരു കുടുംബമായിരുന്നെങ്കിൽ മുടിയമ്പുത്രൻ അങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുകയില്ലായിരുന്നു. അതുകൊണ്ടൊരു നല്ല ഭവനമാണ് അവനെ തിരികെ വരുവാൻ പ്രേരിപ്പിച്ചത്. ക്രിസ്തീയ ജീവിതം ഒരു ദീർഘയാത്രയാണ്. ഞാനൊരു ടോപ്പിക് എടുത്ത് അല്പസമയം പ്രസംഗിക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ചില വാക്യങ്ങളാണ് എൻ്റെ മുമ്പിൽ, എൻ്റെ ഓർമ്മയിലിരിക്കുന്നത്. അത് മുഴുവൻ വായിക്കുവാൻ ഞാനിപ്പോൾ സമയം എടുക്കുന്നില്ല. എന്നാൽ അതിനെ ആസ്പദമാക്കി, പശ്ചാത്തലമാക്കി ചില ദൈവിക ചിന്തകൾ നിങ്ങളോടൊത്ത് കൈകാര്യം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ്ലീഹ ആ ലേഖന ഭാഗത്ത് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ ഓൾഡ് ഇസ്രായേൽ, പഴയ നിയമ ഇസ്രായേലിനെ നമ്മുടെ മുമ്പിൽ ഉദ്ധരിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മരുഭൂമിയിലായിരുന്നു എന്ന് തുടങ്ങി. അവരെന്തിനു വേണ്ടി വിളിക്കപ്പെട്ടു? മരുഭൂമിയിൽ അവരുടെ ആ 40 വർഷത്തെ യാത്രയിൽ ഉണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഇതെല്ലാം ഒന്ന് തൊട്ടിട്ട് അദ്ദേഹം പുതിയ നിയമ ഇസ്രായേലാകുന്ന നമ്മളോട് പറയുന്നത്,
ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൃഷ്ടാന്തം എന്നുള്ളതിന് കണ്ണിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു മോഡൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഏതൊരു ശില്പമുണ്ടാക്കുന്നതിനും ഏതൊരു കെട്ടിടമുണ്ടാക്കുന്നതിനും എല്ലാം അതിൻ്റെ പിറകിലൊരു പ്ലാൻ, ഒരു മോഡൽ ഉണ്ടായിരിക്കണം. ഇസ്രായേൽ മക്കളെ ഒരു സാധന പാഠമാക്കിക്കൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ പ്ലസ് പോയിൻറ്റ്സ് ആൻഡ് മൈനസ് പോയിൻറ്റ്സ് ഇത് രണ്ടും പൗലോസ് എടുത്ത് കാണിക്കുകയാണ്. അപ്പോസ്തലന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം അപകട സൂചന നൽകുന്ന ഒരാളും കൂടിയാണ്. എല്ലാം നന്നായിരിക്കുന്നു എന്ന് പറയുന്ന ഒരാളല്ല. അങ്ങനെ പറയുന്നവരെ നമ്മൾ പ്രത്യേകം അടിവരയിട്ട് സൂക്ഷിക്കുകയും ചെയ്യണം. പ്രൈസ് പണ്ട് ഞാൻ ഈ രാജാക്കന്മാരുടെ ചരിത്രം, പ്രത്യേകിച്ച് നമ്മുടെ തിരുവിതാംകൂറിലൊക്കെ പണ്ട് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ചരിത്രം വായിച്ചപ്പോൾ കൊട്ടാരത്തിൽ ഇങ്ങനെ രാജാവിനെ എപ്പോഴും സ്തുതിച്ചുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് സുഖമായി ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില അന്തേവാസികളെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഒരിക്കലും പ്രവാചകന്മാർ, ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവർ മുഖസ്തുതി പറയുന്നവരായിരിക്കാൻ പാടില്ല. കോൾ എ സ്പെയ്ഡ് എ സ്പെയ്ഡ്. ഒരു തൂമ്പായെന്ന് മാത്രമേ പറയാവൂ, കോടാലി എന്ന് പറയരുത്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ യഹൂദ രാജാക്കന്മാരുടെ ഇടയിൽ താരതമ്യേന നല്ല ദൈവഭക്തനായ ഒരു രാജാവായിരുന്നു ഹിസ്കിയ രാജാവ്. എന്നാൽ ആ രാജാവ് ക്യാൻസർ ബാധിച്ച്, ക്യാൻസറാണെന്ന് ഞാൻ അനുമാനിക്കുന്നു, മരണത്തോടടുത്ത് കിടക്കുമ്പോൾ അക്കാലത്ത് പ്രസിദ്ധനായ യെശയ്യാ പ്രവാചകൻ അവിടെ ഓടിയെത്തി. നിങ്ങൾ ഓർക്കണം, രാജകൊട്ടാരത്തിലാണ് സംഭവമെന്ന്. സിംഹാസന മുറിയിലേക്ക് അദ്ദേഹം അങ്ങോട്ട് തള്ളി കയറി ചെന്നിട്ട് ആരെയും കൂസാതെ, സെക്യൂരിറ്റിയോടൊന്നും അനുവാദം ചോദിക്കാതെ രാജാവിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഹിസ്കിയ രാജാവേ, നീ മരിച്ചു പോകുമെന്ന് മാത്രം പറഞ്ഞ് യെശയ്യാ പ്രവാചകൻ ഇറങ്ങി പോയിരുന്നെങ്കിൽ ഞാൻ യെശയ്യാ പ്രവാചകന് 0 മാർക്കേ കൊടുക്കുകയുള്ളായിരുന്നു. അങ്ങനെ പേടിപ്പിച്ച് നടക്കുന്ന ഒത്തിരി പ്രവാചകന്മാരുണ്ട്. എന്നാൽ യെശയ്യാ പ്രവാചകൻ പേടിപ്പിക്കുന്നവനല്ലായിരുന്നു, കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവനായിരുന്നു. നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചുപോയി. ഹിസ്കിയ രാജാവിന് വിഷയം മനസ്സിലായി. തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ക്രമീകരിക്കാനുള്ളതെന്ന് അദ്ദേഹം ഗ്രഹിച്ചിട്ട് അയ്യോ യഹോവേ എന്ന് തുടങ്ങുന്ന ഒരു നിവേദനം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. എന്തിന്? യെശയ്യാ പ്രവാചകൻ അമ്പെയ്തതുപോലെ തിരിച്ചു വന്നിട്ട് പറഞ്ഞത്, ഞാൻ മുമ്പേ പറഞ്ഞത് കള്ളമായിരുന്നു എന്നല്ല പറഞ്ഞത്, മുമ്പേ പറഞ്ഞത് തന്നെ. എന്നാൽ ഇപ്പോൾ വന്നത് അഡീഷണലായിട്ട് വേറൊരു കാര്യം പറയാനാണ്. നേരത്തെ മരിച്ചു പോകാമായിരുന്ന നിനക്ക് നിന്റെ ആയുസിനോടൊരു 15 സംവത്സരം കൂടെ കൂട്ടിയിരിക്കുന്നു എന്നുള്ള സദ്വർത്തമാനം അറിയിക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഹിസ്കിയ രാജാവ് ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് തന്നെ ക്രമീകരിച്ചതാണ് തൻ്റെ രക്ഷയ്ക്ക് കാരണമായി തീർന്നത്. അതേസമയം തന്നെ ചില രാജാക്കന്മാരെ നമുക്കറിയാം, വഴിക്ക് വീതി പോരാതെ അന്യഭാഷ പറഞ്ഞു നടന്ന ചില രാജാക്കന്മാരെ നമുക്കറിയാം. ചിലരെന്നെ നോക്കുന്ന അങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ രാജാവല്ലേ ശൗൽ രാജാവ്? സുന്ദരൻ, ആര് കണ്ടാലും പിന്നെയും നോക്കും. പ്രൈസലോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദാരുണമായ അന്തം എന്തായിരുന്നുവെന്ന് നമുക്കറിയാം. ദൈവാത്മാവിൽ നിറഞ്ഞ് മുമ്പേ കേട്ടതുപോലെ ദൈവത്തെ സ്തുതിച്ച് നടന്ന മനുഷ്യൻ നിഗളിയായി. അതോടൊപ്പം തന്നെ തൻ്റെ മരുമകനെ ദൈവം വളരെ ശക്തിയായിട്ട് ഉപയോഗിക്കുന്നുവെന്ന് കണ്ടപ്പോൾ സന്തോഷിക്കേണ്ടതിന് പകരം അസൂയാലുവായി.
അവനെ കൊല്ലുവാൻ ശ്രമിക്കുന്നവനായി അത്രയ്ക്ക് അധപ്പതിച്ചു. ഒടുവിൽ ഒരു വെളിച്ചപ്പാടത്തി സ്ത്രീയെ അന്വേഷിച്ച് ചെന്നു. ഭൂമിയിൽ നിന്ന് കയറി വന്നത് ശമൂവേലാണോ വ്യാജാണോ എന്നുള്ളത് തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ആരോടായാലും തലേ മുണ്ട് വിട്ടോണ്ട് എന്ന ഈ ശൗൽ രാജാവ് പറഞ്ഞത്, ദൈവം എന്നോട് ഉത്തരം പറയുന്നില്ല, പ്രവാചകന്മാരെ കൊണ്ടും എന്നോടൊന്നും പറയുന്നില്ല, ഞാൻ വിളിച്ചിട്ട് ദൈവം ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് നീ എന്നെ രക്ഷിക്കണമെന്നാണ്. ദൈവം ഉത്തരം പറയാതെ വണ്ണം, ദൈവം മൗനമായിരിക്കത്തക്ക വണ്ണം എന്താ സംഭവിച്ചത്? ദൈവഭാഗത്തൊന്നും സംഭവിച്ചില്ല, ഇവൻ്റെ ഭാഗത്താണ് സംഭവിച്ചത്. ഞാൻ ആത്മീയ വിഷയങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ഗ്രഹിച്ച ഒരു സത്യം, ദൈവസന്നിധിയിൽ അനുഗ്രഹം പ്രാപിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, റിപ്പൻറ്റ്, അനുദപിക്കുക, വിനയപ്പെടുക, തെറ്റുപറ്റിപ്പോയി എന്ന് സമ്മതിക്കുക. അത്രയും ചെയ്താൽ ഏത് മഹാപാപമായാലും ദൈവം ക്ഷമിക്കും. ഏത് അധപ്പതിച്ച അവസ്ഥയിൽ നിന്നും ദൈവം നമ്മളെ പൊക്കിയെടുക്കും. പക്ഷെ ഇത്രയും നമ്മൾ സമ്മതിക്കണം, എനിക്ക് തെറ്റുപറ്റിയെന്ന്. യൂദായാണോ ശീമോൻ പത്രോസാണോ ഏറ്റവും വലിയ പാപം ചെയ്തതെന്ന് ഞാൻ പല യോഗകളിൽ ചോദിക്കാറുണ്ട്. ചിലർ അവർ കാണാപ്പാടം പഠിച്ചിരിക്കുന്ന ഒരു മറുപടിയും പറഞ്ഞിട്ടുണ്ട്, യൂദായാണെന്ന്. ഒരിക്കലുമല്ല. ശീമോൻ പത്രോസ് ചെയ്ത അത്രയും വൃത്തികെട്ട പാപം യൂദ ചെയ്തില്ല. ശീമോൻ പത്രോസ് കർത്താവിനെ ആദ്യം തള്ളിപ്പറഞ്ഞു, ഒരു സ്ത്രീയുടെ മുമ്പിൽ രക്ഷപ്പെടാനായിട്ട്. ഒടുവിൽ പട്ടാളക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കർത്താവിനെ പ്രാഗി. ഏതായാലും ദൈവകൃപയാൽ സുവിശേഷകന്മാർ ആ പ്രാഗിയ വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് നമുക്കതിൻ്റെ പൂർണ്ണ വിവരം കിട്ടിയിട്ടില്ല. യൂദ പ്രാഗിയിട്ടില്ല. കാശിൻ്റെ അത്യാവശ്യം കൊണ്ട് അവനെ കർത്താവിനെ ഒറ്റിക്കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ രണ്ടുപേരുടെയും പാപം തുല്യമാണ്. ഒരുത്തൻ തള്ളിപ്പറഞ്ഞപ്പോൾ യേശു നഷ്ടപ്പെട്ടു, മറ്റവൻ ഒറ്റി കൊടുത്തപ്പോൾ അവൻ യേശു നഷ്ടപ്പെട്ടു. എന്നാൽ ഞാൻ ബലമായി വിശ്വസിക്കുന്നത്, യൂദ കർത്താവിൻ്റെ സന്നിധിയിൽ തിരിച്ചു വന്നിരുന്നെങ്കിൽ നിശ്ചയമായും മത്തിയാസിനെ തിരഞ്ഞെടുക്കേണ്ടി വരികയില്ലായിരുന്നു. ഇവനെ തന്നെ ദൈവം എടുത്തുപയോഗിക്കുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇവൻ പുരോഹിതന്മാരുടെ അടുക്ക കുമ്പസാരിക്കാനായിട്ട് പോയി. കർത്താവിനോട് ഏറ്റുപറയേണ്ടതിന് പകരം ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തെന്ന് അവിടെ ചെന്ന് പാപം ഏറ്റുപറഞ്ഞു. അവിടെ ഇരിക്കുന്ന പുരോഹിതനാണെങ്കിൽ മനസ്സലിവെന്ന് പറയുന്നത് എന്താണെന്നറിയാൻ വയ്യാത്തൊരു പുരോഹിതൻ. അയാൾ പറഞ്ഞാൽ ഇനി ഞങ്ങൾക്കെന്ത്, നീ തന്നെ കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടി സമ്പാദിച്ച 30 വെള്ളിക്കാശ് അവൻ മന്ദിരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അത് ആർക്കും പ്രയോജനപ്പെട്ടില്ലെന്ന് പറയുന്നില്ല. ഒരു സെമിറ്ററിക്കുള്ള അതേ ക്രമീകരണം അത് നിമിത്തം സാധിച്ചു. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, നമുക്ക് സാധന പാഠങ്ങളായിട്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൽ വെച്ചിരിക്കുകയാണ്. ആബീബ് മാസം 15-ാം തീയതി ഇസ്രയേൽ മക്കൾ അതേ പെസഹായും ചോരത്തളിയും ആചരിച്ച് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു. ഞാൻ കൊച്ചു പ്രായത്തിൽ ധരിച്ചിരുന്നത് 600,000 60,000 എന്നൊക്കെ പറയുന്നില്ലേ, അവരെല്ലാവരും നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരായിരുന്നെന്നും മിസ്രൈമിൽ നിന്നുള്ള രക്ഷ ആത്മരക്ഷയായിരുന്നു എന്നൊക്കെയാണ് ഞാൻ ധരിച്ചിരുന്നത്. എന്നാൽ ഈയിടെ കണ്ണ് തുറന്ന് വായിച്ചപ്പോൾ ആ വിവരം മനസ്സിലായത്. അതൊരു ദേഹരക്ഷയായിരുന്നു. 600,000 60,000 പേരെ ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് രക്ഷിക്കുകയായിരുന്നു. അവരെല്ലാവരും സ്പിരിച്വലി ക്വാളിഫൈഡ് അല്ലായിരുന്നു. പ്രൈസറോ അല്ലായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് ഞാൻ പറയാം. ചെങ്കടൽ കടക്കാറായപ്പോൾ തന്നെ അവർ പിറുപിറുത്തു. ദൈവം കൃപ ചെയ്ത് അക്കരെ കടത്തി. അക്കരെ കടത്തിയപ്പോൾ പിന്നെ മാറ വെള്ളം കയ്പായി കണ്ടു. അതിൻ്റെ മുമ്പിൽ അവർ പിറുപിറുത്തു. ചുരുക്കി പറഞ്ഞാൽ ഇവർ പിറുപിറുക്കാത്ത സമയമില്ല. അതുപോലെ തന്നെ മോവാബിൻ്റെ സമതലത്തിൽ ഇവർ കുറേ നാൾ പാളയമടിച്ച് താമസിക്കുമ്പോൾ
ബലയാമെന്ന് പറയുന്ന നല്ലൊരു പ്രവാചകൻ, എനിക്ക് ആ പ്രവാചകനെ ഓർക്കുമ്പോൾ വലിയ സങ്കടം തോന്നിയിട്ടുണ്ട്. ഒരിക്കൽ ദൈവാത്മാവിനാൽ നിറഞ്ഞ് നേരായി പ്രവചിച്ച ഒരു പ്രവാചകനാണ്. പുള്ളിക്ക് ഈ പണത്തോടുള്ള അത്യാഗ്രഹം നിമിത്തം അദ്ദേഹം വളഞ്ഞ വഴികളൊക്കെ സ്വീകരിച്ചു. അതിൻ്റെ ഫലമായി ദൈവകൃപ വിട്ടുമാറി. ദൈവകൃപ വിട്ടുമാറിയപ്പോൾ എന്തെങ്കിലും ഒരു ആത്മാവ് വേണമല്ലോ. അതിനുവേണ്ടി താൻ എന്ത് ചെയ്തു? ക്ഷുദ്രപ്രയോഗം പ്രാക്ടീസ് ചെയ്തു. അതുപോലെ തന്നെ ലക്ഷണവിദ്യ പഠിച്ചു. പ്രൈസ് ദി ലോർഡ്. മുതുകാടും മറ്റും ചെയ്യുന്നത് പോലുള്ള പരിപാടികൾ ചെയ്യാനുള്ള വിദ്യ താൻ വശമാക്കി. എന്നിട്ടോ താൻ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് തൻ്റെ മനസാക്ഷി തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് കൂടോത്രം ചെയ്യുന്നതിന് ഇടയ്ക്കിടയ്ക്ക് താൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഭക്തന്മാർ മരിക്കുന്ന പോലെ ഞാൻ മരിക്കട്ടെ എന്നും പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കിയാൽ അദ്ദേഹത്തെ ഒരു രാജാവ് വാൾ കൊണ്ട് കൊല്ലുമ്പോൾ, ഇസ്രായേൽ ദേശത്ത് അദ്ദേഹം പിടിക്കപ്പെട്ട് കൊല്ലപ്പെടുന്ന സമയത്ത് അതിനെക്കുറിച്ച് റിപ്പോർട്ട് എഴുതി വെച്ചിരിക്കുന്നത് ബിലയാമെന്ന പ്രശ്നക്കാരനെയും വാൾ കൊണ്ടുവന്നു എന്നാണ്. ഒരു നല്ല പ്രവാചകനായി അന്തരിക്കേണ്ട മനുഷ്യൻ ഒരു പ്രശ്നക്കാരനായിട്ട് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് എത്ര സങ്കടമാണ്. ഇസ്രായേൽ മക്കളുടെ ജീവിതയാത്രയിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, നിങ്ങൾ ഗ്രഹിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാട്ടുപാടി മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയവരിൽ നമ്മൾ അറിയുന്നത് ശരിയെങ്കിൽ കാലേബും യോശുവയും, മോശ പിസ്കായിലേക്ക് കയറിപ്പോയല്ലോ, കാലേബും യോശുവയും എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ മാത്രം പെസഹായും ചോരത്തലിയും ആചരിച്ചിറങ്ങിയവരുടെ കൂട്ടത്തിൽ അവർ രണ്ടുപേരും മാത്രം, ഈ 6 ലക്ഷത്തിൽ പരം ആളുകൾ ഇറങ്ങിയ കൂട്ടത്തിൽ അവർ മാത്രമേ കനാൻ നാട്ടിൽ കാലുകുത്തിയുള്ളൂ. മറ്റുള്ളവരെല്ലാം 40 വർഷത്തിനിടയിൽ മരുഭൂമിയിൽ വെച്ച് ജനിച്ച മറ്റൊരു തലമുറയാണ്. ദൈവമക്കളെ, നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കുക. നമ്മളൊരു പാട്ട് പാടുന്നുണ്ടല്ലോ, സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, ഫറവോന് ഞാൻ ഇനി അടിമയല്ല, പരമസിയോന് ഞാൻ അന്യനല്ല എന്നൊക്കെ അതുപോലെ പാടിയില്ലെങ്കിലും അതൊക്കെ ആയിരുന്നു അവരുടെ മനസ്സിലെ ചിന്ത. പക്ഷെ അവർ ചെങ്കടൽ കടന്നെങ്കിലും യോർദാൻ കടക്കാൻ ഭാഗ്യമുണ്ടായില്ല. അവരെല്ലാവരും മരുഭൂമിയിൽ പട്ടുപോയെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ദൈവം അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടെന്നുള്ള ഫ്രേസാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ ആ പരിഭാഷയോട് യോജിക്കുന്നവനല്ല. എൻ്റെ ദൈവം ഒരു മനുഷ്യനെയും തള്ളിയിടുകയില്ല, വല്ലോനും കാല് തെറ്റി വീണ് ചത്തെങ്കിലല്ലാതെ. ദൈവം ഒരുത്തനെയും തള്ളിയിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം മരുഭൂമിയിൽ നമ്മളെ തള്ളിക്കളയണമെങ്കിൽ ഇസ്രായേൽ പ്രാക്ടീസ് ചെയ്ത ചില പാപങ്ങളുണ്ട്. ആ പാപങ്ങളിൽ 2-3 എണ്ണം പൗലോസ് പറഞ്ഞിരിക്കുന്നത് തന്നെ ഞാനൊന്ന് ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അവർ മോഹിച്ചതുപോലെ നിങ്ങൾ ദുർമോഹികളാകരുത്. ആഗ്രഹം എന്ന് പറയുന്നത് ദൈവം നമ്മളിൽ വെച്ചിരിക്കുന്ന ഒരു ഇൻസ്റ്റിങ്ക്റ്റാണ്. സൈക്കോളജി അറിയാവുന്നവർക്കൊക്കെ അറിയാം, ആഗ്രഹം ഇല്ലെങ്കിൽ ഒരു മനുഷ്യന് ഒരു ദിവസം പോലും ജീവിക്കാൻ ഒക്കുകയില്ല. ആഗ്രഹം ഉണ്ടായിട്ടല്ലേ നമ്മൾ യോഗത്തിന് വന്നത്. എന്നാൽ ആഗ്രഹം ദുർമോഹമാക്കി മാറ്റിയാൽ ലോകം, ജഡം, പിശാച് എന്നിവയുടെ നേർക്കതിനെ തിരിച്ചുവിട്ടാൽ നമ്മുടെ പേര് ദുർമോഹികളെന്നാണ്. അങ്ങനെ വരുമ്പോൾ അത് ശിക്ഷയ്ക്ക് കാരണമായി തീരും. ദൈവത്തിന് സ്തോത്രം. ഈ ചില ആളുകൾക്ക് ഈ പെന്തിക്കോസിലൊക്കെ വന്നെന്ന് പറയുമ്പോൾ തന്നെ ഈ ക്ഷുദ്രപ്രയോഗത്തെ വലിയ പേടിയുണ്ട്. ഈ ദൈവത്തെ പേടിക്കാത്ത ആളുകളാണ് ഈ ക്ഷുദ്രത്തെ പേടിക്കുന്നതെന്നാണ് ഞാൻ സാധാരണ പറയാറുള്ളത്. ദൈവത്തിന് സ്തോത്രം. ബിലയാം ഗിരിമുകളിൽ കയറി പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ ദർശനം എടുത്തിട്ട് ലക്ഷണവിദ്യ കൊണ്ട് ഇവർക്കൊരു ബലഹീനവശമുണ്ടോ എന്ന് നോക്കിയിട്ട് ക്ഷുദ്രം പ്രയോഗിക്കാനായിട്ട് ശ്രമിച്ചിട്ട് ഒടുവിൽ പറഞ്ഞേച്ചു പോയത് എന്താണെന്നറിയാമോ? എൻ്റെ കൂടോത്രമൊന്നും പറ്റുകയില്ലെന്നാണ്. കാരണം ദൈവം ഇവർക്ക് അനുകൂലമായിരിക്കുന്നുവെന്നാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് മുമ്പേ പ്രസംഗിച്ച കർത്താവിൻ്റെ ദാസൻ ജോൺ സ്മാത്തനും അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ഭാഗം ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം ഒരു മനുഷ്യൻ അനുകൂലമാണെങ്കിൽ അവന് യാതൊരു ബാധയും അവനെ ബാധിക്കുകയില്ല. ഒരു ശക്തിക്കും അവനെ ക്ഷീണിപ്പിക്കുവാൻ സാധ്യമല്ല. കാരണം ദൈവത്തെക്കാൾ വലിയൊരു ഡിഫൻഡർ ഇല്ല. 23-ാം സങ്കീർത്തനത്തിൽ ആടിന് ശത്രുക്കളുണ്ടെങ്കിലും
ആ ശത്രുക്കളുടെ മുമ്പിൽ ആട് സന്തുഷ്ടിയോടുകൂടി മേശ കഴിക്കുകയാണ്. കാരണം ശത്രുക്കളെക്കാൾ വലിയവനാണ് ഈ ആടിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഇടയൻ. ദൈവം അനുകൂലമെങ്കിൽ ആര് പ്രതികൂലം? ഒടുവിൽ അതൊരു നാടകീയ ചരിത്രമാണ് കേട്ടോ. ബാലാക്ക് രാജാവിന് എങ്ങനെയെങ്കിലും ഇസ്രായേലിനെ ഒന്ന് തോൽപ്പിക്കണമെന്നുണ്ട്. പക്ഷേ സാധ്യമല്ലെന്ന് ബലയാം പ്രവാചകൻ പറയുകയും ചെയ്യുന്നു. ബലയാമിന് പണം കിട്ടണമെന്നുള്ളത് അത്യാവശ്യവുമാണ്. ഇതെല്ലാം കൂടെ എങ്ങനെയാണ് ഒപ്പിക്കുന്നത്? അതിന് പോകാൻ നേരത്ത് ബാലാക്ക് രാജാവ് കരഞ്ഞപ്പോൾ ബലയാം പ്രവാചകൻ ബാലാക്കിൻ്റെ ചെവിയിൽ ഒരു മന്ത്രം ഓതിക്കൊടുത്തു. സത്യം പറഞ്ഞാൽ അത് പഴയ നിയമത്തിൽ എന്താണെന്ന് അറിയില്ല. ബലയാം ബാലാക്കിനോട് എന്താ പറഞ്ഞതെന്ന് പഴയ നിയമത്തിൽ വ്യക്തമല്ല. എന്നാൽ ദൈവത്തിനൊന്നും മറവല്ലല്ലോ. പഴയ നിയമത്തിൽ മറവായിരുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറഞ്ഞു, ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പാചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ചകളെ വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബലയാം. കണ്ടോ, കൂടോത്രം പറ്റുന്നില്ലെന്ന് കണ്ടപ്പോൾ ഒരു ചെറിയ ഉടക്ക് വെച്ചു പോയി. ഇതങ്ങോട്ടൊന്ന് പ്രയോഗിച്ച് നോക്കിയേ, ഒന്നും ചെയ്യാതെ തന്നെ അവർ തറയിൽ വീഴുമെന്ന് ബലയാം പറഞ്ഞു. അതെന്താണെന്ന് ഇസ്രായേലിൻ്റെ മരുഭൂമി യാത്രയുടെ ചരിത്രം വായിച്ചുള്ള ആളുകൾക്കറിയാം. എനിക്കിത് പറയാൻ ലജ്ജയാണെങ്കിൽ ഞാനൊന്ന് പറയാം. ഇസ്രായേൽ സിത്തീമിൽ പാർക്കുമ്പോൾ, മോവാബിൻ്റെ സമതലങ്ങളിൽ പാർക്കുമ്പോൾ, മോവാബ്യ സ്ത്രീകൾ മോഹിനികളായിട്ട് അണിഞ്ഞൊരുങ്ങി, പ്രൈസ് ദ ലോർഡ്, അതേസമയം തന്നെ കൈകളിൽ വിഗ്രഹത്തിന് അർപ്പിച്ച നിവേദ്യ വസ്തുക്കളുമായിട്ട് ഇസ്രായേൽ മക്കളുടെ പാളയത്തിലൂടെ കയറി ഇറങ്ങി. പ്രൈസ് ദ ലോർഡ്. ബാക്കി എന്താ സംഭവിച്ചെന്ന് വേദോസം പഠിച്ചവർക്കറിയാം. ഈ സ്ത്രീകളുടെ കയ്യിൽ നിന്ന് വിഗ്രഹാർപ്പിതം വാങ്ങി തിന്നുകയും അവരോടുകൂടെ പാപം ചെയ്യുകയും ചെയ്തു. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അത് രണ്ടും സാധിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം തമ്പുരാൻ ഒരു പ്രത്യേകത കൊണ്ട് ആകാത്ത ഒരു അനുഭവം വന്ന അവിടെ നിന്ന് അങ്ങ് വിട്ടുപോകുക എന്നൊരു രീതി കർത്താവിനുണ്ട്. അത് ശൗലായാലും ശരി, ആരായാലും ശരി, അശുദ്ധിയുടെ ഒരു പശ്ചാത്തലം കണ്ടാൽ ദൈവം അവിടെ നിന്ന് അങ്ങ് ആബ്സെൻ്റ് ആകും. അതിൻ്റെ ഫലമായിട്ട് ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ഇവരിൽ നിന്ന് അങ്ങ് മാറിപ്പോയി. അതിൻ്റെ ഫലമായിട്ട് ആ മരുഭൂമിയിൽ തന്നെ രാജാവ് വാളെടുത്ത് പ്രയോഗിക്കാതെ, ആരും കയ്യും മെയ്യും അനക്കാതെ, ദൈവത്തിൻ്റെ ശിക്ഷയാൽ തന്നെ 10,000-കണക്കിന് ആളുകൾ പട്ടുവീണു. ഇതല്ലോ ദൈവം ഏറ്റവും വെറുക്കുന്ന പാപങ്ങളിൽ നമ്പർ 1 ആണ് ഇമ്മൊറാലിറ്റി. പ്രൈസ് ദ ലോർഡ്. ദുർനടപ്പ്. ശരീരം കൊണ്ട് പാപം ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പേര് പറയാൻ അവൻ അവകാശമില്ല. പ്രൈസ് ദ ലോർഡ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് വിശുദ്ധിയുടെ ആത്മാവാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ചാണകക്കുഴിയിൽ ഒരു രാജാവിനെ വിളിച്ചിരുത്താൻ നമ്മൾ ശ്രമിച്ചാൽ അതേ ഇരിക്കുമോ? പരിശുദ്ധാത്മാവ് അശുദ്ധിയുടെ പശ്ചാത്തലത്തിൽ വസിക്കുന്നവനല്ല. അതാണ് മോവാബിൻ്റെ സമതലങ്ങളിൽ സംഭവിച്ചത്. പലതുണ്ട് കേട്ടോ, അതെല്ലാം ഞാനങ്ങ് ബ്രീഫ് ചെയ്യുകയാണ്. ഇനി ഭയങ്കരമായിട്ടുള്ള ഒരെണ്ണം കൂടെ കാണിച്ച് ആ ഭാഗം വിടാം. സീനായ് മലയുടെ അടിവാരത്താണ് രംഗം. നേതാവായിരിക്കുന്ന മോശ ഒരു 40 ദിവസത്തേക്ക് കഠിന ഉപവാസത്തിൽ, പെന്തക്കോസ്തുകാരുടെ ഭാഷ ഞാൻ ഉപയോഗിക്കുകയാണ്, പച്ചവെള്ളം പോലും കഴിക്കാതെ പാവപ്പെട്ടവൻ ഭാര്യയും പിള്ളേരെയും എല്ലാം ഇട്ടേച്ച് സീനായ് മലയുടെ മുകളിലോട്ട് കയറിയിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ഈ ജനത്തിന് പ്രമാണം ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. ഒരു 40 ദിവസത്തേക്ക് ഒന്ന് ക്ഷമിച്ചിരിക്കേണ്ടതിന് പകരം മോശയെ ചില ദിവസങ്ങൾ കാണാതെ വന്നപ്പോൾ ഈ രക്ഷിക്കപ്പെട്ടെന്ന് നമ്മളൊക്കെ പറയുന്ന, ഈ ചോരത്തളി ആചരിച്ചെന്ന് നമ്മൾ പറയുന്ന, ഈ ചെങ്കടൽ കടന്നെന്ന് നമ്മൾ പറയുന്ന ഈ ജനം അഹറോനെ പിടിച്ചു. അഹറോനെ പിടിച്ച് എന്തോ പറഞ്ഞെന്നറിയാമോ? ബഹുമാനപ്പെട്ട അച്ചോന്നൊന്നും അല്ല പറഞ്ഞത്. പ്രൈസ് ദ ലോർഡ്. വേഗത്തിൽ ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരണമെന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് വായിച്ചു വിടല് കേട്ടോ, ഭയങ്കര വാക്കുകളായത്. എനിക്കൊരു സഹോദരനെ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞാലും സഹിക്കാം. എനിക്കൊരു മകനെയോ മകളെയോ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ ശ്രമിക്കാം. ബുദ്ധിപരമായിട്ട് തന്നെ ചിന്തിച്ചാൽ ലോകത്ത് വല്ലവരും അപ്പനെ ഉണ്ടാക്കി കേട്ടിട്ടുണ്ടോ? ദൈവത്തെ ഉണ്ടാക്കി തരണമെന്ന്. ദൈവമാണ് മേക്കർ.
എല്ലാത്തെ ഉണ്ടാക്കിയവനാ ദൈവം. ആ ദൈവത്തെ ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അച്ഛൻ തിയോളജി പഠിച്ചാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. അഹ്റോൻ ഏതായാലും കുറച്ചാളുകൂടി ജീവിച്ചിരിക്കണമെന്ന് പുള്ളിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിത്തരാം, നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പൊന്ന് ധരിക്കാമോ ധരിക്കാൻ പാടില്ലയോ എന്നുള്ളത് ഇപ്പോൾ ഒരു ഇഷ്യൂ ആക്കിക്കൊണ്ട് പലരും വരുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ധരിക്കണമെന്ന് താല്പര്യമുള്ളവരൊക്കെ ധരിക്കേ. പൊന്ന് ധരിക്കാതെ ഇരിക്കുമ്പോൾ എനിക്ക് സൗന്ദര്യം കുറവുണ്ടെന്ന് കുറ്റബോധമുള്ളവരൊക്കെ ധരിക്കാൻ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്ന്. രണ്ടാമത്, ഈ പൊന്നുമൊക്കെ സൂക്ഷിച്ച് വെക്കാമെങ്കിൽ ഇതുപോലെ അത്യാവശ്യം വരുമ്പോൾ അത് ഉതകും. ദൈവത്തിന് സ്തോത്രം. അവരുടെ കയ്യിലുള്ളതെല്ലാം കൂടി അവരും അഹ്റോനെ ഏൽപ്പിച്ചു. അഹ്റോൻ വളരെ അധ്വാനിച്ച് ഒരു മെൽറ്റിംഗ് പോട്ട്, അതായത് ഇട്ട് ഇത് ഉരുക്കുന്ന സംവിധാനമൊക്കെ അവരുടെ ഇടയിലുണ്ടായിരുന്നു. അത് ഉരുക്കി പിന്നെ ഒരു മോൾഡ് ഉണ്ടാക്കി. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഏതൊരു കാര്യത്തിനും ഒരു 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 മോഡൽ വേണമെന്ന്. ഒരു മൂശ, ഒരു കരു, ഹോളോ ആയിട്ട് പൊള്ളയായിട്ട് ഒരു കരു ഉണ്ടാക്കി. എന്നിട്ട് ഈ ഉരുക്കിയത് അതിനകത്ത് ഒഴിച്ചിട്ട് അത് സോളിഡായപ്പോൾ അത് ഉറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറം തട്ടിക്കളഞ്ഞപ്പോൾ 4 കാലും വാലും 2 കൊമ്പും ഒക്കെ ഉള്ള ഒരു ദൈവം വെളിപ്പെട്ടു. എന്നിട്ട് ഉളി കൊണ്ട് അതിനെ കുറച്ചുകൂടെ ഭംഗിയാക്കി ആക്കിയിട്ട് ഞാനങ്ങ് പറയുകയാണ്, ഒരു കുന്തക്കാലയിൽ അത് പൊക്കിയിട്ട് അവരുടെ നടുവിൽ നാട്ടിയേച്ച് അഹ്റോൻ വിളിച്ചു പറഞ്ഞു, ഇതാണ് മിസ്രൈമിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്നത്. കേട്ടോ, നിങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമാണിത്. ദൈവം ഇങ്ങനാണോ എന്ന് ചോദിക്കാൻ തലയ്ക്കകത്ത് തലച്ചോറിൻ്റെ അംശമുള്ള ഒരുത്തനും അവിടെ ഇല്ലായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഈ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്ന ദിവസത്തെ പാട്ടുകൊണ്ടൊന്നും ഒരു ജനത്തെ അളക്കരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സഹോദരിമാർ പിണങ്ങാതിരിക്കാമെന്ന് ഞാനൊരു കാര്യം പറയാം. ആ ചെങ്കടൽ കടന്ന ദിവസത്തെ കൊയറിന്, ആ ഗാനപ്രതിഗാനത്തിന് ലീഡ് കൊടുത്തത് ഒരമ്മച്ചിയാണ്. നല്ലൊരമ്മച്ചി. മോശ ചാകാതെ മോശയെ രക്ഷിച്ച് വളർത്തിയ മൂത്ത സഹോദരി തത്വത്തിൽ ഒരമ്മ തന്നെയായിരുന്നു. ഈ പുരുഷന്മാരൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ആരാധനയ്ക്ക് അവളാണ് അത് ലീഡ് കൊടുത്തത്. പക്ഷേ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി ഒരു വിഷയത്തിൽ പ്രതിയായി. എന്താ വിഷയം എന്നറിയാമോ? നാത്തൂമ്പോര്. പ്രൈസല്ലോ. നാത്തൂമ്പോര് കളിക്കുന്ന വല്ലവരും ഉണ്ടോ? മരുമകളുമായിട്ട് പോരടിക്കുന്ന വല്ലവരും ഉണ്ടോ? പ്രൈസലോ. ദൈവത്തിന് ഇഷ്ടമല്ലായിരുന്നു ഈ നാത്തൂമ്പോരെന്നുള്ളതിൻ്റെ തെളിവായിട്ട് മിറിയാമിൻ്റെ കയ്യിൽ കുഷ്ഠമുണ്ടായി. അയ്യോ, പിന്നെ ഈ ആങ്ങളമാർ 2 പേരും കൂടെ കരഞ്ഞു വിളിച്ച ദൈവം അത് മാറ്റിക്കൊടുത്തത്. അതുകൊണ്ട് തപ്പെടുത്ത് തമ്പുരുവെടുത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കരത്തിൽ കുഷ്ഠമുണ്ടാകുവാനിടയാകരുത്. പ്രൈസ് ദി ലോർഡ്. നീ 40 വർഷമേ മരുഭൂമിയിൽ ജീവിച്ചുള്ളൂവെങ്കിൽ തന്നെയും ആ അത്രയും വർഷം വിശ്വസ്തയായി നിൽക്കുവാൻ ശ്രമിക്കണം. യോശുവായ്ക്കും കാലേബിനും അത് കഴിഞ്ഞെങ്കിൽ മറ്റുള്ളവർക്കും അത് കഴിയുമായിരുന്നു. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. എന്നിട്ട് അവിടെ ഒരു വാക്യമാണ് എന്നെ കൂടുതൽ സ്പർശിച്ചത്. ഇത് നിങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന യഹോവയാകുന്നു, ദൈവമാകുന്നു എന്ന് അഹ്റോൻ പ്രസ്താവിച്ച ഉടനെ അഹ്റോൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. യഹോവയ്ക്ക് ഇതോടനുബന്ധിച്ച ഉത്സവമാണ്. അയ്യോ, പിന്നെ അങ്ങ് ഉത്സവമായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, ജനം തിന്നാനും കുടിപ്പാനും വരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. എനിക്ക് തിന്നാനും കുടിപ്പാനും വരുന്നത് എനിക്ക് മനസ്സിലാകും. ഈ കളിപ്പാൻ എഴുന്നേറ്റെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊരു വല്ലാത്ത കളിയായിരുന്നു. പ്രൈസലോ. ആണും പെണ്ണും തിരിച്ചറിയാൻ വയ്യാത്ത ഒരു കളിയായിരുന്നത്. പ്രൈസലോ. ആ കളിയുടെ ഫലമായിട്ട് എന്ത് സംഭവിച്ചെന്ന് ഞാൻ വേഗത്തിൽ പറഞ്ഞ് എൻ്റെ പ്രസംഗം നിർത്താൻ പോവുകയാണ്. മോശ ദാഹജലം കുടിക്കാതെ സീനായുടെ കൊടുമുടിയിൽ ഇടിമുഴക്കങ്ങളുടെ നടുവിൽ ഇരുന്ന് ദൈവത്തിൻ്റെ പ്രമാണം ഏറ്റുവാങ്ങിക്കൊണ്ട് അവൻ താഴെ വന്നപ്പോൾ അവിടെ ഭയങ്കര ഒരു ഷൗട്ടിങ് കേൾക്കാം. മോശ ദൈവകൃപയുള്ളവനാണെങ്കിൽ പോലും പുള്ളിക്കത് മനസ്സിലായില്ല ഇതെന്താണ്. യോശുവയെ ഇടയ്ക്ക് വെച്ച് കണ്ടിട്ട് ചോദിച്ചു, ജോഷുവ എന്തുവായി കേൾക്കുന്നത്? ജയം ഘോഷിക്കുന്നവരുടെ ശബ്ദമാണോ അതോ പടയിൽ തോറ്റു നിലവിളിക്കുന്നവരുടെ രോദനമാണോ
ഇതെന്തായി കേൾക്കുന്നത്? രണ്ടുമല്ല. അടുത്ത് ചെന്നപ്പോ ഈ കാളക്കുട്ടിക്ക് ചുറ്റും ഗാനപ്രതിഗാനമാണ്. ഗാനപ്രതിഗാനം എന്ന് പറഞ്ഞാൽ ഒരുത്തൻ ഒന്ന് പറയുമ്പം വേറൊരുത്തൻ വേറൊന്ന് പറയുന്നതന്നെ ഗാനപ്രതിഗാനം. ആന്റിഫോണൽ സിംഗിങ് എന്നാ പറയുന്നത്. അയ്യോ, 40 ദിവസം പച്ചവെള്ളം ഉമിനീരിറക്കാതെ സീനായ് മലയിലിരുന്ന് വാങ്ങിച്ച ഈ പ്രമാണം കയ്യിൽ നിന്ന് പോയത് മോശ അറിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാം. ഈ മോശ കോപിച്ച 2 സന്ദർഭങ്ങളുണ്ട്. പല സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കാം, അതിൽ പ്രത്യേകമായ 2 സന്ദർഭങ്ങൾ. ഒന്ന് പാറയെ അടിച്ച സന്ദർഭം, 2 കൽപ്പന കയറിഞ്ഞു കൊടുത്ത സമയം. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ മോശയെ സഭയിൽ നിന്ന് മുടക്കിയേനെ. മോശ കൽപ്പലക പൊട്ടിച്ചെന്നും പറഞ്ഞു. പക്ഷെ ദൈവം പൊട്ടിയ കൽപ്പലകയല്ല നോക്കുന്നത്, അവൻ്റെ ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത്. നമ്മുടെ കോപം പോലും ദൈവത്തിന് വേണ്ടിയായിരിക്കണം. നമ്മുടെ കോപം പോലും ഒരു പ്രമാണത്തിന് വേണ്ടിയായിരിക്കണം. മോശ തൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി കോപിച്ചതായിട്ട് ഞാൻ ഒരിടത്തും വായിച്ചിട്ടില്ല. നമുക്കൊക്കെ പറ്റുന്ന കുഴപ്പം എന്നു വെച്ചാൽ നമ്മുടെ കോപം മുഴുവൻ നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയും നമ്മുടെ വീടിന് വേണ്ടിയും നമ്മുടെ ശരീരത്തിന് വേണ്ടിയൊക്കെയാണ് നമ്മുടെ കോപം. അതുകൊണ്ടാണ് ദൈവം അവനെ വീണ്ടും അനുഗ്രഹിച്ചത്. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. എന്നിട്ട് മോശ ആത്മാവിൽ നിറഞ്ഞവനായിട്ട് അവിടെ നിന്നുകൊണ്ട് ഒരു ശബ്ദം ഉയർത്തി. അത് മറ്റൊന്നുമല്ല, യഹോവയുടെ പക്ഷത്തുള്ളവൻ ഇങ്ങോട്ട് മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ 600,000-60,000 എണ്ണം യഹോവയുടെ പക്ഷത്ത് ഉള്ളതല്ലേ? ഇതെല്ലാം യഹോവയുടെ പക്ഷത്താണെന്നും പറഞ്ഞല്ലേ അവിടുന്ന് ഇറങ്ങിയത്? ഇവരെല്ലാം യഹോവയുടെ പക്ഷത്താണെന്നും പറഞ്ഞല്ലേ പാട്ട് പാടിയത്? അല്ല അല്ല, ഒരു ടെസ്റ്റ് ഇടുമ്പോൾ മാത്രമേ അറിയാനൊക്കുള്ളൂ ആരാണ് എന്താണ്. പരീക്ഷ ഇടാതിരിക്കാമെങ്കിലുണ്ടല്ലോ എല്ലാവരും ജയിച്ചവരെ പോലെ ഇരിക്കും. എന്നാൽ പരീക്ഷ ഇടുമ്പോഴാണ് തോറ്റവനെയും ജയിച്ചവനെയും തരംതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കൊള്ളാകുന്നവർ വെളിവാകേണ്ടതിന് ഇടർച്ചകളും ആവശ്യമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരു കാലത്ത് തങ്ങളുടെ പെങ്ങളോട് ഒരു ശേഖേമിലെ പ്രഭു അവിഹിതമായി ഇടപെട്ടെന്നും പറഞ്ഞ് അവരെ സൂത്രത്തിൽ വിളിച്ച് ഉപവാസ പ്രാർത്ഥന നടത്തിയേച്ച് അവരിങ്ങനെ കണ്ണും താണിരുന്ന തരം നോക്കി. ലേവിപുത്രന്മാർ വാളുമായിട്ട് ചെന്ന് അവരെ വെട്ടിക്കൊന്ന ഒരു ചരിത്രമുണ്ട് പഴയ നിയമത്തിൽ. ഇത് യാക്കോബിന് അന്ത്യം വരെ വേദന ഉളവാക്കുന്ന ഒരു ഓർമ്മയായിരുന്നു. യാക്കോബ് 12 മക്കളുടെ ഭാവി വിളിച്ചു പറയുന്ന ഒരു സമയമുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി ഉൽപ്പത്തി പുസ്തകത്തിൽ ഇത് വായിക്കണം. അവിടെ ലേവിയെക്കുറിച്ച് പറയേണ്ടി വന്നപ്പോൾ ഇത് യാക്കോബിൻ്റെ ഓർമ്മ വന്നു. യാക്കോബ് ഉടനെ എന്ത് പറഞ്ഞെന്നറിയാമോ? അവർ സാഹസത്തിൻ്റെ വാളുകൾ ഉപയോഗിക്കുന്നവരാ. എൻ്റെ ഉള്ളമേ അവരുടെ മന്ത്രണത്തിൽ ചേരരുത്, അവരുടെ യോഗത്തിനും പോകരുതെന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ ലേവി പുത്രന്മാർ നടത്തുന്ന യോഗത്തിലും പോകരുതെന്ന്. അതെ, ഇദ്ദേഹം അന്ത്യവാക്യം പറഞ്ഞേച്ചാൽ മരിച്ചു. അത്രയ്ക്ക് വേദന ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, യഹോവയുടെ പക്ഷത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വാളുകളുമായിട്ട് ചാടി വീണത് ലേവിപുത്രന്മാരാണ്. ലേവിപുത്രന്മാരാണ്. ഒരിക്കൽ തങ്ങളുടെ വാളുകളെ സാഹസത്തിന് വേണ്ടി ഉപയോഗിച്ച ഈ ലേവിപുത്രന്മാരുടെ കൊച്ചുമക്കൾ ഇപ്പോൾ ദൈവനീതിക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി അവരുടെ വാളുകൾ ഉപയോഗിപ്പാൻ അവർ മുന്നോട്ട് ചാടി വരികയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ 4 കാര്യമൊക്കെ ഉള്ള ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയും അതിനെ മുത്തുകയൊക്കെ ചെയ്യുന്നവൻ്റെ തല നോക്കി വെട്ടി. പ്രൈസ് ദി ലോർഡ്. 3000 എണ്ണം പിടഞ്ഞു വീണു മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യാഖ്യാതാവ് ഒരിക്കൽ വേദപുസ്തകത്തിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ചായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. മരുഭൂമിയിൽ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന് വിരുദ്ധമായി, അതേ ദൈവത്തെ മറന്ന് കാളക്കുട്ടിയെ നമസ്കരിച്ചതിൻ്റെ ഫലമായിട്ട് മരുഭൂമിയിൽ 3000 എണ്ണം പിടഞ്ഞു മരിച്ചുവെങ്കിൽ പെന്തക്കോസ്ത് നാളിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് 3000 എണ്ണം ജീവൻ പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയിലെ 3000 എണ്ണം അക്ഷരിക വാളിൻ്റെ വെട്ടേറ്റ് നിലംപതിച്ചെങ്കിൽ പത്രോസിൻ്റെയും യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും ഒക്കെ വായിൽ നിന്നുള്ള ദൈവവചനം എന്ന് പറയുന്ന വാളിൻ്റെ വെട്ടേറ്റ് 3000 പേര് ജീവൻ പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ പറഞ്ഞത് മോവാബിൻ്റെ അതിർത്തിയിൽ പ്രൈസ് ദി ലോർഡ്, അതുപോലെ തന്നെ
സീനായ് മലയുടെ അടിവാരത്ത് ഇവിടെ എല്ലാം തങ്ങളുടെ ഉള്ളിലുള്ളത് വെളിപ്പെട്ടു വരുവാൻ അവസരം ദൈവം കൊടുത്തപ്പോൾ മറ മാറ്റി അത് വെളിപ്പെട്ടു വന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ നിർദോഷമായ ചില കൊച്ചു ഫലിതങ്ങൾ കൂടെ പറയുകയാണ്. എൻ്റെ പ്രസംഗം അധികം നീട്ടുന്നില്ല. ഒരിക്കൽ ഏതോ ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷകരെ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകൾ വളരെ വിചിത്രമായ ഒരു ചോദ്യം ചോദിച്ചതായിട്ട് ഞാൻ വായിച്ചു. അത് മറ്റൊന്നുമല്ല, വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ഒറ്റ പരീക്ഷയ്ക്കും തോറ്റിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് മാറി നിൽക്കട്ടെ എന്നാ പറഞ്ഞു. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞത് ഞാൻ ജയിക്കുകയില്ല. കാരണം ഞാൻ ഇടയ്ക്കൊന്ന് തോറ്റതാണ്. നിങ്ങൾ ചിലരും ഒക്കെ ഇടയ്ക്ക് തോറ്റേച്ച് പിന്നെ ജയിച്ചതാണ്. എന്നാൽ ഈ ചോദ്യം ഒരിക്കലും ഒരു പരീക്ഷയ്ക്കും ഒരു വിഷയത്തിനും ഒരു മാർക്കിന് പോലും തോറ്റിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മാറി നിൽക്കുക. അവിടെ മിടുക്കന്മാരായിട്ട് നിന്നവരെല്ലാം പറഞ്ഞു, അത് അതിന് മറുപടി പറയാൻ ഒക്കുകയില്ല എന്ന് പറഞ്ഞ് അവരെല്ലാം നിരാശയോടുകൂടെ മാറി നിന്നപ്പോൾ ഒരുത്തൻ നല്ല കൂളായിട്ട് അവിടെ നിന്നാണ്. അവൻ്റെ നിപ്പൊക്കെ കണ്ടപ്പോൾ ഈ പരീക്ഷകന്മാർക്ക് തന്നെ ഒരു സംശയം തോന്നിയിട്ട് ചോദിച്ചു, നീ വല്ല പരീക്ഷയിലും തോറ്റിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഒരു പരീക്ഷയ്ക്കും തോറ്റിട്ടില്ല. ഒരു പരീക്ഷയ്ക്കും തോറ്റിട്ടില്ല. അങ്ങനെ തോറ്റ ഒരു ചരിത്രം എനിക്കില്ല. എടാ, ഇവനൊരു യുഗപുരുഷനാണല്ലോ, ഒരു അസാധാരണനാണല്ലോ, ഇവൻ്റെ വിവരം ഒന്നും അറിയാവുന്ന കൊണ്ട് ചോദിച്ചപ്പോൾ പള്ളിക്കൂടത്തിൽ പോയിട്ട് ഇതല്ലോ. നീ ഞാനും മനുഷ്യരോട് ഇടപെടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ഒരു മുറിക്കകത്ത് തന്നെ എന്ന് വരുന്നുണ്ടല്ലോ, വിശുദ്ധന്മാരുടെ ലിസ്റ്റിൽ നിങ്ങളും ഞാനും ചിലപ്പോൾ ഉൾപ്പെട്ടെന്ന് വരും. എന്നാൽ ഒരു തൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ അവനോട് ഇടപെടുമ്പോൾ പ്രൈസ് ദി ലോർഡ് ചില കാര്യങ്ങളിൽ ഉൾപ്പെട്ട് കഴിയുമ്പോഴാണ് ഹൂ ഈസ് ഹൂ, നമ്മുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് വെളിപ്പെട്ട് വരുന്നത്. എനിക്ക് പൗലോസ്ലീഹ കഴിഞ്ഞാൽ പിന്നെ ആത്മീയ കോളത്തിൽ ഓരോരുത്തർക്കും ഓരോ ആളിനോട് പക്ഷമുണ്ടല്ലോ. എനിക്ക് പൗലോസ്ലീഹ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഹൃദയത്തോട് വലിയ പക്ഷമുള്ള ഒരാളാണ് സാധു സുന്ദർ സിംഗ് എന്ന് പറഞ്ഞ ആ കർത്താവിൻ്റെ ദാസൻ. അദ്ദേഹം ഒരിക്കൽ തൻ്റെ സുവിശേഷ യാത്രയിൽ ഇംഗ്ലണ്ടിൽ ഒരു വീട്ടിൽ 3 ദിവസം താമസിച്ചതായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ വീട്ടിലൊരു കൊച്ചു പെൺകുട്ടിയുണ്ട്. അവൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ മമ്മി പറഞ്ഞു, മോളെ നമ്മുടെ ഗസ്റ്റ് റൂമിലോട്ട് നീ ഒന്ന് നോക്കിയേ, നമുക്കൊരു ഗസ്റ്റിനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൾ നോക്കിയപ്പോൾ തലപ്പാവുമൊക്കെ ധരിച്ച് താടി മീശയൊക്കെ വളർത്തിയ ഒരു മനുഷ്യൻ ഇങ്ങനെ കണ്ണുമൊക്കെ മേലോട്ടാക്കി ഇങ്ങനെ ഇരിക്കുന്നു. അദ്ദേഹത്തോട് ഒരു വാക്കൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എഴുന്നേറ്റ് വരുന്നില്ല, പ്രാർത്ഥിക്കുകയായിരുന്നു. അവളങ്ങ് പോയി. 2ാമത്തെ ദിവസം വന്നപ്പോഴും ഇതുപോലെ ഇരിക്കുന്നു. അവൾക്കൊരു വാക്ക് പറയാനൊത്തില്ല. ആ കുട്ടി ദുഃഖത്തോടെ ഞാൻ കടന്നുപോയി. 3ാമത്തെ ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ മമ്മി അവളോട് പറഞ്ഞു, മോളെ നീ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. ഗസ്റ്റ് റൂമിലോട്ട് നോക്കിയപ്പം അവിടെ ആരുമില്ല. ഉടനെ ഈ കൊച്ചുകുട്ടി വിതുമ്പിക്കൊണ്ട് മമ്മിയോട് ഇങ്ങനെ ചോദിച്ചെന്നാണ്, മമ്മി നമ്മുടെ വീട്ടിൽ വന്ന ജീസസ് എവിടെ പോയത്? ഇവിടെ ഇദ്ദേഹം ജീസസ് ആണെന്നൊന്നും അമ്മ പറഞ്ഞില്ല. 2 ദിവസം ഈ കുട്ടി അദ്ദേഹത്തെ ഒന്ന് നോക്കിയതേ ഉള്ളൂ. ജീസസിന്റെ ചിത്രമാണ് ഇവളുടെ മനസ്സിൽ പതിഞ്ഞത്. അദ്ദേഹം അവിടെ നിന്ന് പോയത് ജീസസിന്റെ ആബ്സെൻസ് ആയിട്ടാണ് അവൾക്ക് അനുഭവപ്പെട്ടത്. ഇനി ഞാൻ എന്നെ കൂടെ പ്രതിയാക്കി നിങ്ങളെ കൂടെ പ്രതികൂട്ടിലാക്കിക്കൊണ്ടൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ താമസിച്ചേച്ച് പോകുമ്പോൾ ഇങ്ങനെ പറയാനിടയാകും, മമ്മി ആ ചെകുത്താൻ ഏത് വഴിക്കാ പോയത് എന്ന് ചോദിക്കാനിടയാകുമോ? പണ്ടത്തെ പോലെ എന്ന് പറഞ്ഞാൽ പണ്ട് ദൈവത്തെ ഭയപ്പെട്ട് അനുസരിച്ചിറങ്ങിയ വിശുദ്ധന്മാര് ഉണ്ടായിരുന്നു. അത് തന്നെ കേട്ടോ ഡിസെൻഡിങ് ഓർഡറിലാണെന്നാണ് ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നത്. അബ്രഹാം മുമ്പേ ചില പ്രിയപ്പെട്ടവർ പറഞ്ഞ പോലെ ദൈവത്തെ അനുസരിച്ചിറങ്ങി അക്ഷരിക യെരുശലേമിൽ ചെന്നിട്ടും ആത്മീയ യെരുശലേം ഉണ്ടെന്ന് മനസ്സിലാക്കി. അക്ഷരിക സിയോനിൽ വന്നിട്ടും സ്വർഗീയ സിയോൻ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇസ്രായേലിൽ ചെന്നിട്ടും സ്വർഗീയ ഇസ്രായേൽ ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. എന്നിട്ട് താൻ അതിൽ ലയിച്ചു ചേരാതെ പിന്നെയും ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി കാത്തിരുന്നെന്നാണ്. അദ്ദേഹം നല്ല മോഡലായിരുന്നു. എന്നാൽ ഞാൻ ഈ ഉള്ളതങ്ങ് പറയുകയാണ്, നിങ്ങൾ എന്നോട് പിണങ്ങരുത്. 2ാമത്തെ തലമുറ വന്നപ്പോൾ വിറകെട്ടും എടുത്തുകൊണ്ട് പോയവനാണ് മകൻ.
ചെതയിൽ കയറി കിടന്നവനാണ്, ടീനേജറാണ്, 10-13 വയസ്സെങ്കിലും കാണും, അല്ലെ പിന്നെ പിറകെട്ടെടുക്കും. എന്നാൽ അപ്പൻ്റെ ക്വാളിറ്റി അതുപോലെ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇതല്ലോ അതിൻ്റെ തെളിവെന്നാന്ന് ചോദിച്ചാൽ, മോനെ അനുഗ്രഹിക്കാൻ നേരത്ത് മൂത്തവനെ അനുഗ്രഹിക്കണമെന്നൊരു നിർബന്ധം. അത് തന്നെയാണ് ഒരു കുഴപ്പം. അനുഗ്രഹം എല്ലാവർക്കും ഒരുപോലെ കൊടുക്കേണ്ടത്. രണ്ടാമത് ഇറച്ചി എന്നേച്ച് അനുഗ്രഹിക്കണമെന്ന് നോക്കണം. തീറ്റിക്കൊതിയിലേക്ക് മാറിയിരിക്കുക. ഇതോ ഇനി മൂന്നാമത്തെ തലമുറയിലേക്ക് വന്നപ്പോൾ ഉണ്ടല്ലോ, അയ്യോ ഭയങ്കരം. അമ്മ തടി വഴിയെങ്കിൽ മക്കൾ എലച്ചു വഴി എന്ന് പറഞ്ഞ പോലെ. മൂന്നാമത്തെ അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, വിളവിൻ്റെ ആശാൻ. പ്രൈസലോ, ഞാൻ പറയാറുണ്ട്, ഫാൻസി ഡ്രസ് കണ്ടുപിടിച്ചത് യാക്കോബാണ്. ചേട്ടൻ്റെ ഉടുപ്പെടുത്തിട്ടു, ആടിൻ്റെ രോമമുള്ള തോല് കയ്യേൽ വെച്ച് കെട്ടി അപ്പൻ്റെ അടുക്കൽ ചെന്നു. അപ്പൻ പാവം കണ്ണറിയാതിരിക്കുകയാണ്. അയാൾ ശുദ്ധഗതിക്ക് ചോദിച്ചു, മോനെ ഇത്ര വേഗത്തിൽ എവിടെ കിട്ടിയെന്ന്. നമ്മളാണെങ്കിൽ ഒരു കുറ്റബോധമെങ്കിലും വന്നേനെ. ഇവൻ ഒരു കുറ്റബോധവും ഇല്ല. അതിൻ്റെ മുമ്പിൽ പറഞ്ഞ യഹോവ എൻ്റെ നേരെ വരുത്തി തന്നെന്നാണ് ഇത്ര വേഗത്തിൽ. കള്ളം പറയുന്നതിന് ഒരു പ്രയാസവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ട് ഇവൻ ഒരു അടവ് പ്രയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്താണെന്നറിയാമോ, 2 കൂട്ടങ്ങളുമായിട്ട്, 2 ഭാര്യമാരും ദാസിമാരും ഒക്കെ ആയിട്ട് ഒന്ന് ജീവിക്കാനായിട്ട് ഇങ്ങനെ പോകുമ്പോൾ, താൻ പണ്ട് ഒരുത്തനെ ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ ചേട്ടൻ, അവനൊരു 400 കിങ്കരന്മാരുമായിട്ട് വഴി നിറഞ്ഞൊരു ജാഥ ഇങ്ങോട്ട് വരിക. ഇതിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ ഒക്കുകയില്ലെന്ന് മനസ്സിലായി. ഇതിനിടയ്ക്ക് യാബോക്കിൽ പോയി പ്രാർത്ഥിക്കുന്നുമുണ്ട്. 2ഉം നടക്കുന്നുണ്ട്. എന്നിട്ട് ആ ജാഥ ക്രമീകരിച്ചതിനകത്ത് നമ്മുടെ പല ആളുകളും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു. ലേയായെയും, അവൾക്കൊരല്പം സൗന്ദര്യം കുറവാന്നാണ് പറയുന്നത്, അവളെയും അവളെ പിള്ളേരെയും തലയ്ക്ക് നിർത്തി. ആർക്ക് വേണ്ടി താൻ ഇരട്ടിപ്പണി ചെയ്തോ ആ റാഹേലിനെയും മൂത്ത കൊച്ചനെയും പിറകി നിർത്തി. അപ്പം നമ്മളൊക്കെ ശുദ്ധഗതിയിൽ വിചാരിക്കുന്നത് എന്നാണെന്നറിയാവോ, സീനിയോറിറ്റി ആയിരിക്കും. ലേയ സീനിയർ ആയതുകൊണ്ട് തലയ്ക്ക് നിർത്തിയതായിരിക്കുമെന്നാ. പക്ഷെ യാക്കോബിന്റെ മനസാക്ഷിയോടൊന്ന് ചോദിച്ചേ, അല്ല, ഏശാവ് തന്റെ പഴയ കോപത്തിന്റെ അടിസ്ഥാനത്തിൽ ചാടി വീണ് കൊല്ലുകയാണെങ്കിൽ ലേയ ചത്തോട്ടെ, റാഹേലിനെ കൊണ്ട് ഓടി രക്ഷപ്പെടാമല്ലോ. ഇതല്ലേ സത്യം. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ, യാക്കോബ് തൻ്റെ തന്ത്രങ്ങൾ കൊണ്ട് നേടിയതൊന്നും അവൻ ഉതകിയില്ല. പിള്ളേർ ഒരെണ്ണം ഗുണമില്ല. ആകപ്പാടെ കൊള്ളാവുന്ന ഒരെണ്ണമേ ഉള്ളൂ. അതിനൊരു നല്ല ഡ്രസ്സും തയ്പ്പിച്ച് വീട്ടിൽ കൊടുത്തോണ്ട് ഇങ്ങനെ താമസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചേട്ടന്മാരുടെ വിവരം അറിയാൻ പോയതേ ഉള്ളൂ, പിന്നെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അവസാനം കണ്ണും കാണാൻ വയ്യാതെ പിള്ളേരാരും അടുക്കലില്ലാതിരുന്നുകൊണ്ട് ഒരു പറച്ചിലുണ്ട്. എൻ്റെ ദൈവമേ, അത് വായിച്ചാൽ നമ്മൾ തന്നെ കരഞ്ഞു പോകും. അത് മറ്റൊന്നുമല്ല, എല്ലാം എനിക്ക് പ്രതികൂലം. അവിടെ ചെന്നിരുന്നെങ്കിൽ നമുക്കൊന്ന് ചോദിക്കാമായിരുന്നു, അപ്പച്ച വല്യപ്പച്ചനേക്കാളും അപ്പച്ചനേക്കാളും ഒക്കെ ഈ അപ്പച്ചൻ മിടുക്കനല്ലേ, എന്താ എല്ലാം പ്രതികൂലമായത്? തന്ത്രം കൊണ്ട് ആരും വിജയിക്കയില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നേരോടെ നടക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. അതുകൊണ്ട് ഈ കൺവെൻഷനിൽ എനിക്ക് എന്നോടും നിങ്ങളോടും എല്ലാവരോടും പറയാനുള്ളത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്ത്രങ്ങളെല്ലാം മാറ്റിവെക്കണം. കാപട്യത്തിന് അംഗീകാരമില്ലാത്ത ഒരു കള്ളനാണയം ചെലവാകാത്ത ഒരു സന്നിധി ഉണ്ടെങ്കിൽ അത് ദൈവസന്നിധിയാണ്. പ്രൈസ് ദി ലോർഡ്. ആയിരക്കണക്കിന് തെളിവുകൾ ഇതിനു വേണ്ടി നിരത്തുവാൻ എൻ്റെ പക്കലുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അപ്പോസ്തോലിക കാലത്തെ മടക്കിയെടുക്കണം. ഞാൻ ഒരു കാര്യം പറയാം. ഞാനൊരു എക്സ്പ്രീസ്റ്റാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. 3 നൂറ്റാണ്ടുകൾ വരെ സത്യം പറഞ്ഞാൽ അപ്പോസ്തോലിക സഭ അതിൻ്റെ തനിമയിൽ നിലനിന്നു. 3 നൂറ്റാണ്ടുകൾ അപ്പോസ്തോലിക ഉപദേശം, അതിൻ്റെ സിംപ്ലിസിറ്റി, അതിൻ്റെ ബ്രദർഹുഡ്, അതിൻ്റെ ഡിവൈൻ ലവ്, ദൈവസ്നേഹം, ഇതെല്ലാം നിലനിന്നു. അന്ന് വീടുകളിൽ ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്. തമ്മിൽ സഹോദര എന്ന് വിളിച്ചു. വളരെ മനോഹരമായിരുന്നു. കുസ്തന്തീനോസ് രാജാവിനെ സാത്താൻ വേഷം കെട്ടി രംഗത്ത് കൊണ്ടുവന്നു. അയാൾ എന്ത് ചെയ്തെന്നറിയാമോ? അയാൾ ഇതിനെ ഹയറാർക്കിയാക്കി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സംശയം ഉണ്ടെങ്കിൽ, ഞാൻ ഈ പ്രമാണമില്ല വല്ലതും പറഞ്ഞിട്ട് പോകുന്ന ഒരു മനുഷ്യനല്ല. എൻ്റെ കയ്യിൽ ഓർത്തഡോക്സ് സഭ അടിച്ച് പ്രസിദ്ധീകരിച്ച പാമ്പാടി തിരുമേനിയുടെ ആശീർവാദത്തോടു കൂടി ഒരു പുസ്തകം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അതിനകത്ത് പരസ്യമായിട്ട് എഴുതിയിട്ടുണ്ട്, കുസ്തന്തീനോസ് ചക്രവർത്തി വിശ്വാസിയായിട്ട് സഭയ്ക്കകത്ത് വന്നതല്ല,
തന്ത്രപരമായിട്ട് ഇതിനകത്ത് കയറിയതാണ്. അദ്ദേഹം മരിക്കുന്നവരെയും നിക്യായിലെ സുന്നകദോസ് നടത്തുന്ന സമയത്ത് പോലും അദ്ദേഹം ബാപ്റ്റിസം സ്വീകരിച്ചിരുന്നില്ല. ഒടുവിൽ മരിക്കുന്നതിന് ചില മിനിറ്റുകൾക്ക് മുമ്പെയാണ് അദ്ദേഹം സ്നാനമേറ്റത് എന്നെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇത് വല്ലതും നമ്മുടെ പാവപ്പെട്ട ജനത്തിന് അറിയാമോ? അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ആ 3 നൂറ്റാണ്ട് വരെ നിലനിന്ന ആദിമ അപ്പോസ്തോലിക സത്യത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. നമുക്ക് നമ്മുടെ പിതാക്കന്മാരെ പോലെ പ്രൈസ് ദി ലോർഡ് ആ ആദിമ വിശുദ്ധിയിലേക്ക് മടങ്ങിപ്പോകാം, ആദിമ നീതിയിലേക്ക് മടങ്ങിപ്പോകാം. വെളിപ്പാട് പുസ്തകം ഒടുവിൽ പറയുന്നത് അങ്ങനെയാണ്, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ എന്നാണ്, വിശുദ്ധൻ ഇനിയും കൂടുതൽ വിശുദ്ധീകരിക്കട്ടെ എന്നാണ്. എന്താ കാരണം എന്നറിയാമോ? ഞാൻ ഏറ്റവും അടുത്തു പോയി എന്നാണ്. ഞാൻ ഇന്നും ഒരു മരണ വീട്ടിൽ അല്പസമയം, നമ്മുടെ ഓർസീറും അവിടെ ഉണ്ടായിരുന്നു, ഞാൻ അല്പസമയം സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, വെളിപ്പാട് പുസ്തകം അവസാനിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ദൈവസഭ പ്രാർത്ഥിക്കുന്നത് ഒരൊറ്റ വിഷയത്തിന് വേണ്ടിയാണ്, കർത്താവേ അങ്ങ് വരണേ എന്നാണ്, അങ്ങ് വരണേ എന്നാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവിനോട് വളരെ അടുത്ത് പോയി. എന്നാൽ നമ്മൾ പല ആളുകൾക്ക് ഇത് മനസ്സിലാകുന്നില്ല. ഇന്ന് പലരും പ്രാർത്ഥിക്കുന്ന ആമേൻ കർത്താവായ യേശുവേ തരണമേ എന്നാണ്. വരണമേ എന്നുള്ളതങ്ങ് മാറ്റി തരണമേ എന്നാക്കിയിരിക്കുക. ഇല്ല, ഹെയ്ത്തി ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ഹെയ്ത്തിയിൽ മരിച്ച ആളുകൾ മുഴുവൻ നമ്മളെക്കാൾ പാപികളല്ല. പ്രൈസ് ദി ലോർഡ്. ശീലോഹാമിലെ ഗോപുരം വീണ് ഒത്തിരി പേര് മരിച്ചുപോയി, അവരെല്ലാവരെക്കാൾ പാപികളല്ലെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. അതേ ഹേരോദാവ് ചിലരുടെ ചോര യാഗത്തോട് കലർത്തിയതായിട്ട് പറഞ്ഞു. ആ കൊല്ലപ്പെട്ട ഗലീലക്കാരെല്ലാം പാപികളായിരുന്നു എന്ന് വിചാരിക്കരുതെന്ന് യേശു പറഞ്ഞു. നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. അതിനുള്ള ഒരുക്കനാളുകളാകട്ടെ, പതിവ് കൺവെൻഷൻ ആകാതിരിക്കട്ടെ. വരവിനോട് കുറച്ചുകൂടെ അടുത്തത് കൊണ്ട് കൂടുതൽ ഒരുങ്ങുന്ന വേളകളാകട്ടെ. എല്ലാവരും കൈകളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാൽ. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഉണ്ടാകട്ടെ. മടങ്ങി വരുവാൻ്റെ കവടം നമുക്ക് മടങ്ങിച്ചെല്ലാം. മടങ്ങിച്ചെല്ലുന്ന ഒരു പിതാവിനെയാണ്, ഒരു പുത്രനെയാണ് പിതാവ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ കൺവെൻഷൻ അതേ ഒരുക്കുന്ന ആളുകളാകട്ടെ. സകല മഹത്വവും ദൈവത്തിനായിരിക്കും. പൂർവപിതാക്കളാം അപ്പോസ്തലർ ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം ആകയാൽ ചെയ്തമെന്ന്